ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. ദോഷപരിഹാരങ്ങൾക്കും ജീവിത ലക്ഷ്യം കാണുന്നതിനായും യന്ത്രധാരണം അനിവാര്യമാണ്. ജാതക പരിശോധന നടത്തി നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രം ഏതെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായും നിങ്ങൾക്കത് നൽകുന്നതാണ്. ജീവിത വിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശന യന്ത്രവും, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിജയത്തിനും പരീക്ഷാ വിജയത്തിനുമായി വിദ്യാലക്ഷ്മി യന്ത്രവും, വിവാഹം നടക്കുന്നതിനായി സ്വയംവര യന്ത്രവും, ദാമ്പത്യ വിജയത്തിനായി ബാണേശിയും, ശത്രുദോഷ നിവാരണത്തിനായി ബഹുളാമുഖിയും ധരിക്കുക. കാളസർപ്പയോഗം അടിമുടി മാറ്റുന്നതിനായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ പൂർണ്ണമായും ഇവിടെ ലഭ്യമാണ്. കാളസർപ്പയോഗം മാറ്റുന്നതിലൂടെ ജീവിതത്തിലെ സർവ്വ സൗഭാഗ്യങ്ങളും വരിക തന്നെ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു, താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗണേശ്വര, ഓം പരമേശ്വരായ, ഓം പാർവതീദേവിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യ സ്വാമി, ഓം അയ്യപ്പ നമോ നമഃ. ഓം കാളികാളിയമ്മേ ദുർഗാദേവിയമ്മേ. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 പൊതുവിൽ വളരെയധികം ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ്. ആ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു നല്ല വർഷം കൂടിയിട്ടാണ് 2026. 2025 വളരെ ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിൽ ജീവിച്ചിരുന്ന ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായിരിക്കുന്ന, ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന നിമിഷമുണ്ടാകുന്ന ഒരു വർഷമായിട്ട് 2026 കാണാൻ കഴിയും. അത്രത്തോളം ഭാഗ്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ദുരിതങ്ങൾ, അതായത് പല അസുഖങ്ങൾ, അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയവയൊക്കെ വന്ന് ജനജീവിതത്തിന് ഒരുപാട് നാശങ്ങളുണ്ടായിരിക്കുന്ന ഒരു കാലമായിരുന്നു. എന്നാൽ 2026 പൊതുവിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയം തന്നെയാണ്. വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ എല്ലാ നക്ഷത്ര ജാതർക്കും കഴിയും. പല കാലങ്ങളിലൂടെ, ഒരു കാലത്തിൽ ഇത് നടന്നില്ല എങ്കിലും പല കാലത്തിലൂടെ, ചില നക്ഷത്രക്കാർക്ക് ജനുവരി മാസത്തിൽ ഭാഗ്യമുണ്ടാകുമ്പോൾ ചിലതിന് ഫെബ്രുവരി മാസത്തിലായിരിക്കും, ചിലതിന് മാർച്ച് മാസത്തിലായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ഡിസംബർ മാസത്തിലായിരിക്കാം എന്ന് വേണ്ട, എല്ലാ മാസത്തിലെയും ദിവസങ്ങൾ പല നക്ഷത്രക്കാർക്കും അനുകൂലവും വളരെ സന്തോഷദായകവുമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു വലിയ ഭാഗ്യത്തെക്കുറിച്ച് പറയുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ജോലി ആഗ്രഹിച്ച് വിദേശ രാജ്യത്തിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ധാരാളമാണ്. സ്വദേശത്തെ വരുമാനം കൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മാർഗങ്ങൾ തള്ളി നീക്കാൻ കഴിയാത്ത ധാരാളം ആൾക്കാർ ആഗ്രഹിക്കുന്നത് വിദേശത്ത് എന്തെങ്കിലും ഒരു ജോലി, കുറച്ച് പണമൊക്കെ സമ്പാദിക്കുവാനുള്ള ആഗ്രഹം, അതിലൂടെ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഉയർച്ച ഉണ്ടാക്കിയെടുക്കൽ തുടങ്ങിയവ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കുന്ന രാശിക്കാരൊക്കെയാണ്, അതാണ് നോക്കാൻ പോകുന്നത്. 2026 പൊതുവിൽ ധാരാളം ഗൃഹമാറ്റങ്ങൾ നടക്കുന്നൊരു വർഷമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ചൊവ്വയുടെയും ബുധൻ്റെയും ശുക്രൻ്റെയും ഒക്കെ രാശിമാറ്റം, അതുപോലെ തന്നെ സൂര്യൻ്റെയും ഒക്കെ രാശിമാറ്റം വളരെ അനുഗുണമായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അത് പലപ്പോഴും പല രാശിക്കാർക്കും വമ്പൻ അനുഗ്രഹങ്ങളിൽ എത്തുക തന്നെ ചെയ്യും. ജോലി ലഭിക്കാതിരുന്ന ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ പല എപ്പിസോഡുകളായി നമ്മളത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ഒരു ഭാഗ്യം ഇവിടെ ഈ എപ്പിസോഡിൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു ഭാഗ്യം നമ്മളിപ്പോൾ പറയുകയാണ്. വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുന്ന നക്ഷത്ര ജാതരാരൊക്കെ.
വ്യാഴം, ശനി, രാഹു തുടങ്ങിയ ഗ്രഹങ്ങളുടെ സഞ്ചാരമാണ് നമുക്കിവിടെ പൊതുവിൽ എടുത്തു പറയാൻ കഴിയുന്നത്. വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുവിൻ്റെയും മാറ്റങ്ങളാണ് നമ്മളെ വിദേശ രാജ്യത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴി തുറന്ന് ലഭിക്കുന്നത്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനു രാശിയാണ് അതിലാദ്യത്തേത്. ധനുരാശിക്കാർക്ക് 2026 വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നടക്കുന്ന വർഷമാണ്. കാരണം വിദേശ ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നല്ല ഒരു സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള ഏറ്റവും അനുയോജ്യമായൊരു സമയമായിട്ടാണ് 2026 നിലനിൽക്കുന്നത്. 2026 ഫെബ്രുവരിക്ക് ശേഷം വളരെ അനുകൂലമായ തരത്തിൽ ജീവിതം എത്തിച്ചേരും. തീർച്ചയായിട്ടും വിദേശ യാത്രയ്ക്കുള്ള സൗഭാഗ്യമുണ്ടാകും. വിദേശ യാത്ര പോലെ തന്നെയാണ് ഗവൺമെൻറ് ഉദ്യോഗവും, അതിനുള്ള ഭാഗ്യവും അവർക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് 2026. അതുപോലെ തന്നെ ഉപരിപഠനത്തിനായോ ജോലിക്കായോ പോകുന്നതിനുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്ന നക്ഷത്ര ജാതർക്ക് ആ തടസ്സങ്ങൾ ഒഴിവാകുന്നൊരു വർഷമാണ് 2026. വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് ഈ തടസ്സമായി നിന്ന ആളുകളുടെ മോഹങ്ങൾക്ക് ചിറകുവെച്ച് പറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. വ്യാഴം അത്രത്തോളം അനുഗ്രഹം നൽകുന്ന ഗ്രഹമാണ്. വ്യാഴം ധനഗ്രഹമാണ്. നമുക്ക് ധനം വന്നു ചേരുന്നതിൽ ഏറ്റവും അനുകൂലമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കേണ്ടത് വ്യാഴത്തിൽ നിന്നാണ്. തീർച്ചയായും വ്യാഴം അനുഗ്രഹിക്കുന്ന രാശിക്കാരാണ് ധനുരാശിക്കാർ. തീർച്ചയായും അവരുടെ മോഹങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അടുത്തത് അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടക്കൂറാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാവുകയാണ്. ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ടാണ് ഇവരുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നത്. വിദേശ രാജ്യത്തിലേക്ക് പോകാൻ, ആ വിദേശ രാജ്യമൊന്ന് കാണാൻ, അതുപോലെ വിദേശ രാജ്യത്ത് പോയി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ജോലി ലഭിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കും. അതുപോലെ പഠനപരമായി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും മേടരാശിയിൽ പിറന്നതാണ് എങ്കിൽ ആ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും. രാഹുവിൻ്റെ സ്വാധീനം ഈ രാശിക്കാർക്കുള്ളത് കൊണ്ട് വിദേശത്ത് നിന്നും വിദേശത്ത് ചെന്ന് വലിയ നേട്ടങ്ങൾക്ക് പാത്രീഭൂതമാകാൻ കഴിയും. അതുപോലെ തന്നെ വിദേശത്ത് ചെന്നതിന് ശേഷം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. രാഹുവിൻ്റെ സാന്നിധ്യം പൊതുവിൽ ദോഷകരമായിരിക്കുന്ന ഒരു തലമാണ് നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്നതെങ്കിലും ചില സന്ദർഭങ്ങളിൽ രാഹു അനുഗ്രഹീതമാവുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതിനും ഉയരത്തിലേക്ക് രാഹു അനുഗ്രഹിക്കുന്ന നക്ഷത്ര ജാതർ ചെന്നെത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും മേടക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് അതിനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിലൂടെ പറയാൻ കഴിയുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ വിദേശത്ത് സൃഷ്ടിക്കുവാൻ വരെ ഈ രാശിക്കാർക്ക് കഴിയും. എല്ലാ ഭാഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തത് ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ചേരുന്ന തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം സഫലീകരിക്കുന്ന വർഷമാണ് 2026. തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെയും രാഹുവിൻ്റെയും ശുക്രൻ്റെയും ആദിത്യൻ്റെയും ഒക്കെ രാശിമാറ്റ ഫലമായിട്ട് അല്ലെങ്കിൽ അവയുടെ അനുഗ്രഹ ഫലമായിട്ട് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിദേശ രാജ്യത്തിലേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ വിദേശ യാത്ര ഈ രാശിക്കാരുടെ കരിയറിൽ വലിയ മാറ്റം, വലിയ പുരോഗതിയാണ് ഉണ്ടാക്കുവാൻ പോകുന്നത്. ബിസിനസ് യാത്രകൾ, വിദേശത്തേക്ക് പോയി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ ആഗ്രഹവും സഫലീകരിക്കുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ അനുകൂലമായിരിക്കുന്ന പൂർണ്ണമായും വിദേശത്തേക്ക് പോകുവാൻ കഴിയുന്ന തരത്തിൽ, അനുഗ്രഹം സിദ്ധിക്കുന്ന തലത്തിൽ ഗ്രഹമാറ്റമാണ് നടക്കുന്നത്. തുലാം രാശിക്കാർക്ക് വളരെ സൗഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ഒരുങ്ങുകയാണ് 2026. ഇനി തുലാം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല. അത്രത്തോളം വലിയ സൗഭാഗ്യ ദശയിലേക്കാണ് അവരുടെ പോക്ക്.
വലിയ സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് 2026 തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. തുലാം രാശി നക്ഷത്രജാതരായിരിക്കുന്ന ഓരോ വ്യക്തിക്കും സൗഭാഗ്യങ്ങളുടെ ഒരു വലിയ കൊടുമുടി കീഴടക്കാൻ കഴിയുന്ന വർഷം കൂടിയിട്ടാണ് 2026. വിദേശ നാണ്യം കൊണ്ട് അല്ലെങ്കിൽ വിദേശ സമ്പത്ത് കൊണ്ട് ജീവിതത്തെ സ്വരുക്കൂട്ടാനും കരുപ്പിടിപ്പിക്കാനും, അതായത് ശക്തി പ്രാപിപ്പിക്കുവാനും കഴിയും. ധാരാളം സമ്പത്ത് നിക്ഷേപ വ്യവസ്ഥകളിൽ ഒരുക്കി കൊടുക്കാനും ആവശ്യമുള്ള സമയത്ത് അത് വളരെ കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുവാനും കഴിയുന്നതിന് തുടക്കം കുറിക്കുന്ന വർഷമാണ് തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം 2026. എല്ലാ ഭാഗ്യങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തത് കന്നിരാശിയാണ്. ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിരാശി. വിദേശത്ത് ഉപരിപഠനത്തിന് പോകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകും. അതുപോലെ തന്നെ കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രജാതർക്ക് വിദേശത്തേക്ക് ജോലിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നടക്കും. തീർച്ചയായും അത് നടക്കുന്ന വർഷം തന്നെയാണ് 2026. വ്യാഴത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്രൻ്റെയും ചൊവ്വയുടെയും അനുഗ്രഹം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതിൻ്റെ ഭാഗമായി വിദേശ യാത്ര തരപ്പെടുക തന്നെ ചെയ്യും. തന്നെയുമല്ല, വിദേശത്തു ചെന്നു കഴിഞ്ഞാൽ പോലും ഏറ്റവും നല്ല ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യവും ഉണ്ടാകും. ഉപരി പഠനത്തിനായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2025 വരെ കാര്യമായ തടസ്സം ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങൾ പൂർണ്ണമായും മാറി വ്യാഴ ഗ്രഹത്തിൻ്റെയും അതുപോലെ തന്നെ സൂര്യൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വിദേശത്തേക്ക് എത്തുവാൻ കഴിയും. പഠനം പുരോഗതി പ്രാപിപ്പിച്ച് വിജയിപ്പിക്കുവാൻ കഴിയും. ഒപ്പം അവിടെ തന്നെ ജോലിക്ക് സാധ്യത തെളിയുകയും ചെയ്യും. അതിനുള്ള തുടക്കമാണ് 2026 എന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പരീക്ഷകളിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ പാസ്സാകുവാൻ കഴിയുന്ന ഒരു വർഷം കൂടിയിട്ടാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വിദേശ കാര്യങ്ങൾ മാത്രമല്ല, സ്വന്തം നാട്ടിൽ ഗവൺമെൻറ് പരമായിരിക്കുന്ന തൊഴിലിന് സാധ്യത ഈ രാശിക്കാർക്ക് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തീർച്ചയായും കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിന് അനുകൂലമായൊരു വർഷമാണ് 2026 എന്ന് പറയണം. ധാരാളം സാമ്പത്തികമായിരിക്കുന്ന ബാധ്യതകളിൽപ്പെട്ട് ദുഃഖകരമായ അവസ്ഥയിൽ ജീവിക്കുന്ന കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രജാതരായിരിക്കുന്ന യുവതി യുവാക്കൾക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് ഈ 2026. രക്ഷ നേടുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ എന്തുമാത്രം രക്ഷയാണോ അവരാഗ്രഹിക്കുന്നത് അവിടേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നു നിറയുന്ന വർഷം തന്നെയാണ് 2026. സകല തടസ്സങ്ങളും മാറിക്കിട്ടുന്നൊരു വർഷം. അതാണ് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഭാഗ്യം. അടുത്തത് മകയിരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന നക്ഷത്ര വ്യവസ്ഥകളടങ്ങുന്ന മിഥുനക്കൂറാണ്. 2026 ഗജകേസരി യോഗ അനുഭവസ്ഥർ തന്നെയാണ് മിഥുനക്കൂറുകാർ. നക്ഷത്ര ജാതക വ്യവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. മിഥുനക്കൂറിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഗജകേസരി യോഗത്തിൻ്റെ ഭാഗ്യം നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ആ ഗജകേസരി യോഗത്തിൻ്റെ നല്ലൊരു ഭാഗം അനുഗ്രഹം നൽകുന്നത് വിദേശ യാത്രയ്ക്കാണ്. വിദേശത്ത് ജോലിക്കായി ആഗ്രഹിക്കുന്ന ഈ നക്ഷത്ര ജാതർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകാനുള്ള അവസരം തുറന്നു കിട്ടുക തന്നെ ചെയ്യും. 2026 ഗജകേസരി യോഗത്തിൻ്റെ സാന്നിധ്യം ഈ രാശിക്കാർക്ക് സർവ്വഭാഗ്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ്. 2026 സർവ്വഭാഗ്യങ്ങളുടെ വർഷമായി ഈ രാശിക്കാർ കണക്കാക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കരിയറിലെ ഉയർച്ച, വിദേശത്ത് പോയി ധാരാളം സമ്പത്തുണ്ടാക്കാൻ ഉള്ള ആഗ്രഹം, ഇതൊക്കെ പൂർണ്ണമാകുന്ന 2026. വിദേശത്തേക്ക് പോയി വളരെയേറെ സമ്പത്തുണ്ടാക്കുവാനുള്ള തുടക്കം 2026 ഈ രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. തീർച്ചയായും ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏറെ ഉയർച്ചയാഗ്രഹിക്കുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള എല്ലാ വഴികളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. 2026 വ്യവസ്ഥ വെച്ചുകൊണ്ട് മിഥുനക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഗജകേസരി യോഗത്തിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് വിദേശത്തേക്ക് പോയില്ല എങ്കിൽ കൂടിയും സ്വദേശത്ത് വളരെ വലിയ ഉയർന്ന ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നല്ല ജീവിത ഉയരങ്ങൾ ഉണ്ടാകട്ടെ.
വളരെയേറെ സമ്പത്ത് നേടിയെടുക്കുവാനുള്ള ഭാഗ്യമാണ് ഗജകേസരി യോഗത്തിലൂടെ നിലനിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ ഈ രാശിക്കാർക്ക് ഈശ്വര സഹായത്താൽ കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ജാതകത്തിൽ 12ാം ഭാവത്തിലോ 9ാം ഭാവത്തിലോ രാഹു നിൽക്കുകയാണെങ്കിൽ വിദേശ യാത്രാ ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്, വിദേശ ജോലി ഭാഗ്യം ഉണ്ട് എന്നുള്ളതാണ് അവിടെ തെളിയുന്നത്. അതുപോലെ തന്നെ പഠനത്തിനായിട്ട് വിദേശത്തേക്ക് പോകണമെങ്കിൽ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് ശനിയാഴ്ചകളിൽ ശാസ്താഭജനം വളരെ വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ശാസ്താവിൻ്റേതായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കണം, അത് ലഭിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും 2026 നമ്മൾ പറഞ്ഞ ഈ രാശിക്കാർക്കെല്ലാ ഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.